എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരുന്ന ഫെബ്രുവരി 11, 2025 തൈപ്പൂയം ഉത്സവമാണ് എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാമല്ലോ. തൈപ്പൂയത്തെ പറ്റി പല മിഥ്യാധാരണകളും പല വ്യക്തമായ ധാരണകളും നിലവിലുണ്ട്. അതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തമിഴ് പഞ്ചാംഗത്തിൽ തൈമാസത്തിലെയും മലയാളം പഞ്ചാംഗത്തിൽ മകരമാസത്തിലെയും പൂയം നക്ഷത്രം വരുന്ന ദിവസമാണ് തൈപ്പൂയമായി നമ്മൾ ആഘോഷിക്കാറുള്ളത്. ശിവസുതനും ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യന്റെ പിറന്നാളാണ് തൈപ്പൂയം എന്നുള്ളതാണ് ഇന്നും പലരുടെയും തെറ്റിദ്ധാരണ. എന്നാൽ അങ്ങനെയല്ല. താരകാസുര നിഗ്രഹത്തിനു ശേഷം ദേവസേനയുടെ അധിപനായി സുബ്രഹ്മണ്യനെ അവരോധിക്കുന്ന ദിനമാണ് ശരിക്കും തൈപ്പൂയം. താരകാസുര നിഗ്രഹത്തിനായി ഒരിക്കൽ ദേവന്മാർ പരമശിവനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ശിവപാർവതി പുത്രനായി സുബ്രഹ്മണ്യൻ ജനിച്ചു എന്ന് പുരാണങ്ങൾ പറയുന്നു. അഗ്നിയിൽ ആണ്ടുപോയ ശിവരേതസിൽ നിന്നാണ് സ്കന്ദജനനം എന്നാണ് മഹാഭാരതം വനപർവത്തിൽ പറയുന്നത്. ഒരിക്കൽ ശ്രീ പരമേശ്വരൻ ഉമാദേവിയോട് പറഞ്ഞു, 5 മുഖങ്ങളോടെ പഞ്ചകൃത്യങ്ങൾ നിർവഹിക്കുന്ന സദാശിവനാണല്ലോ ഞാൻ. ഒരു മുഖവും പല രൂപങ്ങളുമുള്ള പരാശക്തിയാണ് ദേവി. അങ്ങനെയെങ്കിൽ നമ്മുടെ 6 മുഖങ്ങൾ ഷൺമുഖനിൽ വിളങ്ങുന്നു. നമ്മൾ ഒന്നാകുമ്പോൾ അത് മുരുകനാവുന്നു. 6 കൂടി ചേർന്നൊരു രൂപാരാധനയായിട്ടാണ് 6 മുഖമുള്ള മുരുകൻ സംജാതമായത്. മുരുകൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കൊന്ന് നോക്കാം. ശ്രീ മുരുകൻ എന്ന് പറയുമ്പോൾ അതിലെ ശ്രീ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. മു എന്നുള്ള വാക്ക് മുകുന്ദൻ അഥവാ വിഷ്ണു സങ്കല്പത്തെയാണ് കൊണ്ടുവരുന്നത്. രു എന്നാൽ രുദ്രൻ, അതായത് ശിവൻ. ക എന്നാൽ കമലോത്ഭവൻ, അതായത് കമലത്തിൽ ഉത്ഭവിച്ച ബ്രഹ്മാവ്, അതായത് ത്രിമൂർത്തികൾ ഒന്നു ചേർന്ന ദേവൻ എന്നാണ് ശ്രീ മുരുകൻ എന്ന നാമത്തിന്റെ അർത്ഥം. ശ്രീ പരമേശ്വരന്റെ പുത്രനായതുകൊണ്ട് മുരുകൻ പിള്ളയാറാണെന്നും അതുകൊണ്ട് കുമാരനാണെന്നും സംഘം കൃതികളിൽ പറയുന്നു. എല്ലാ വിജയങ്ങളും നൽകുന്ന ദൈവമായതിനാൽ വേലനെന്നും വെട്രിവേലനെന്നും മുരുകനെ വാഴ്ത്തുന്നു. 6 ശിരസുകൾ ഉള്ളതുകൊണ്ട് ഷൺമുഖനും 6 മുഖനുമാണ്. കൊടിക്കൂറയിൽ പൂവൻ കോഴി അടയാളമായതുകൊണ്ട് തന്നെ ശേവൽ കൊടിയൻ എന്നും മലമ്പ്രദേശങ്ങളിലെ ഗുഹകളിൽ വസിക്കുന്നതുകൊണ്ട് ഗുഹൻ എന്നും മുരുകന് പേരുകളുണ്ട്. ശരവണ പൊയ്കയിൽ നിന്നുത്ഭവിച്ചതുകൊണ്ട് ശരവണഭവൻ എന്നും പറയുന്നു. സ്വന്തം പിതാവായ ശ്രീ പരമേശ്വരന് പ്രണവത്തിന്റെ സാരവും ഉപദേശിച്ചുകൊണ്ട് ഗുരുവും സ്വാമിനാഥനുമാണ് മുരുകൻ. വേദങ്ങൾക്കെല്ലാം ഇരിപ്പിടമായതിനാൽ സുബ്രഹ്മണ്യനെന്നും ഗംഗയുടെ പുത്രനായതുകൊണ്ട് ഗംഗേയനെന്നും മുരുകനെ വിളിക്കപ്പെടുന്നു. കൃതികൾ വളർത്തിയതുകൊണ്ട് കാർത്തികേയനെന്നും സുന്ദരനായതിനാൽ മുരുകനും കരങ്ങളിൽ വേലും ദണ്ഡവും ഏന്തിയതുകൊണ്ട് വേലായുധനും ദണ്ഡപാണിയുമാണ് മുരുകൻ എന്നും വിളിക്കപ്പെടുന്നു. 81,100 ശ്ലോകങ്ങൾ അടങ്ങിയ സ്കന്ദപുരാണമാണ് പുരാണങ്ങളിൽ വെച്ച് വലുപ്പം കൂടിയത്. സ്കന്ദഷഷ്ടി തൈപ്പൂയം 81,100 ശ്ലോകങ്ങൾ അടങ്ങിയ സ്കന്ദപുരാണമാണ് പുരാണങ്ങളിൽ വെച്ച് വലുപ്പം കൂടിയത്. സ്കന്ദഷഷ്ടി തൈപ്പൂയം വൃശ്ചികത്തിലെ തൃക്കാർത്തിക, വൈശാഖ മാസത്തിലെ വിശാഖം, കപിലഷഷ്ടി കർക്കിടകത്തിലെ കാർത്തിക, ചൊവ്വാഴ്ച എന്നിവയാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രധാന വിശേഷ ദിവസങ്ങളായി കണക്കാക്കുന്നത്. തുലാമാസത്തിലെ സ്കന്ദഷഷ്ടി ദിവസമാണ് ശൂരൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ പുറപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ശൂരസംഹാരത്തിനായി മാതാവ് പരാശക്തി കൊടുത്തതാണ് സുബ്രഹ്മണ്യന്റെ ആയുധമായ വേൽ എന്നാണ് സങ്കല്പം. വള്ളി ദേവിയെ ഇച്ഛാശക്തിയായും ദേവയാനിയെ ക്രിയാശക്തിയായും വേലിനെ ജ്ഞാനശക്തിയായും കാണുന്നു. മറ്റൊരു വിശേഷ ദിവസമായ വൃശ്ചികത്തിലെ തൃക്കാർത്തികയിലാണ് 6 ദിവസം കഠിന തപസ്സനുഷ്ഠിച്ച സുബ്രഹ്മണ്യ സ്വാമി താരകാസുരനെ നിഗ്രഹിക്കുന്നത്. താരകാസുര നിഗ്രഹത്തിനു ശേഷം ദേവസേനയുടെ അധിപനായി സുബ്രഹ്മണ്യനെ അവരോധിക്കുന്ന ദിനമാണ് തൈപ്പൂയം. ഹിഡുംബൻ മലകൾ ചുമന്ന് പഴനിയിൽ കൊണ്ടുചെന്നു വെച്ചതും ഹിഡുംബന് വരം നൽകി മലയുടെ മധ്യഭാഗത്ത് ഇരിക്കുവാൻ ഇരിപ്പിടം നൽകിയതും തൈപ്പൂയ ദിനത്തിലാണ് എന്നും വിശ്വസിക്കപ്പെടുന്നു. പഞ്ചാമൃതം, പാല്, നെയ്യ്, നാളികേരം എന്നിവയാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രധാന നിവേദ്യങ്ങൾ. അരളിപ്പൂക്കൾ, മഞ്ഞ ചെമ്പകം, മഞ്ഞ മന്ദാരം, മഞ്ഞ ചെത്തിപ്പൂക്കൾ എന്നിവ മുരുകന് വിശേഷപ്പെട്ട പൂജാ പുഷ്പങ്ങളാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിലകം ഭസ്മവും ചന്ദനവുമാണ്. ഷഷ്ടിവ്രതം, കാർത്തിക വ്രതം എന്നീ തുടങ്ങിയ വ്രതങ്ങളാണ് ഭഗവാന്റെ ആരാധനയ്ക്കായി ഭക്തർ അനുഷ്ഠിച്ചു വരുന്നത്. പായസം, കാവടിയാട്ടം, തലമുണ്ടനം തുടങ്ങിയവ പ്രധാന വഴിപാടുകളാണ്. തലമുണ്ടനം ചെയ്യുന്ന വഴിപാടിലൂടെ തന്റെ സൗന്ദര്യവും അഹന്തയും ദേവന് സമർപ്പിച്ച് വിനയാന്വിതനായി തീരുക എന്നുള്ളതാണ് സങ്കല്പം. ചൊവ്വാദശ അനുഭവിക്കുന്നവർക്കും അഷ്ടമത്തിൽ കുജനുള്ളവർക്കും കന്നി, മിഥുനം, തുലാം, മകരം, കുംഭം എന്നീ ലഗ്നക്കാർക്കും സുബ്രഹ്മണ്യ ഉപാസന നടത്തുന്നത് ഉത്തമമായി പറയപ്പെടുന്നു. ജഗദ്ഗുരു ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുദേവനും അരുണഗിരിനാഥനും മുത്തുസ്വാമി ദീക്ഷിതരും ഔവയാറുമെല്ലാം സ്കന്ദ അപദാനങ്ങൾ പാടിപ്പാടി ജന്മസാഫല്യം നേടിയിട്ടുള്ളവരാണ്. മുരുകന്റെ
ആറുപടை വീടുകളെക്കുറിച്ചും എല്ലാവരും കേട്ടുകാണും. ആയുധവിദ്യയിൽ നിപുണനായിരുന്ന കുമാരന് 6 സേനാ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ സേനകളെ പാർപ്പിച്ചിരുന്ന സ്ഥലങ്ങൾ സുബ്രഹ്മണ്യന്റെ പ്രശസ്തമായ 6 ക്ഷേത്രങ്ങളായി പിന്നീട് മാറി. ആ ക്ഷേത്രങ്ങളാണ് ആറുപടை വീട് എന്നറിയപ്പെടുന്നത്. ശൂരപത്മനുമായി നടന്ന യുദ്ധകാലത്ത് യോഗനിഷ്ഠയ്ക്കും ധ്യാനത്തിനുമായി മുരുകൻ വസിച്ച സ്ഥലങ്ങളാണ് ആറുപടை വീടുകൾ എന്നും പറയപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ പടവീടായി അറിയപ്പെടുന്ന തിരുപ്രംകുണ്ട്രം ഷഡ്ചക്രങ്ങളിൽ മൂലാധാര ചക്രത്തെ അഥവാ റൂട്ട് ചക്രയെ പ്രതിനിധീകരിക്കുന്നു. ശൂരപത്മാതി രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ദേവന്മാരുടെ ദുഃഖങ്ങൾ അകറ്റിയ കന്ദദേവന് ദേവേന്ദ്രൻ തന്റെ പുത്രിയായ ദേവയാനിയെ വിവാഹം ചെയ്തു കൊടുത്തത് തിരുപ്രംകുണ്ടത്തിൽ വെച്ചായിരുന്നു എന്നാണ് ഐതിഹ്യം. രണ്ടാമത്തെ പടവീടായി അറിയപ്പെടുന്ന തിരുച്ചെന്തൂർ ഷഡ്ചക്രങ്ങളിൽ സ്വാധിഷ്ഠാന ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു. ശൂരപത്മാസുരനെയും സിംഹശൂരനെയും സംഹരിച്ച സ്ഥലമാണിവിടം. ശൂരപത്മാസുരന്റെ കാരാഗ്രഹത്തിൽ നിന്നും മോചിതരായ ദേവന്മാർ നന്ദി പുരസ്സരം ആദരിച്ച സ്ഥാനം കൂടിയാണിത്. രോഗബാധയാൽ അവശത അനുഭവിച്ച ശങ്കരാചാര്യർ തിരുച്ചെന്തൂരിലെത്തി മുരുകനെ ഭജിച്ച് രോഗശമനം വരുത്തി സുബ്രഹ്മണ്യ ഭുജംഗസ്തോത്രം രചിക്കുകയും ചെയ്തു എന്നുള്ളതും ഐതിഹ്യമായി കണക്കാക്കുന്നുണ്ട്. മൂന്നാമത്തെ പടവീടായി അറിയപ്പെടുന്ന പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം ഷഡ്ചക്രങ്ങളിലെ മണിപ്പൂര ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു. പഴനിയിൽ മുരുകൻ ദണ്ഡായുധപാണിയായി ആണ്ടിക്കോലത്തിൽ ദർശനമരുളുന്നു. ജ്ഞാനപ്പഴം കിട്ടാത്ത ദേഷ്യത്തിൽ മാതാപിതാക്കളായ ശിവപാർവതിമാരോട് കോപിച്ച് മുരുകൻ ആണ്ടിക്കോലത്തിൽ വന്ന് ഇരുന്നു. ആ സ്ഥലമാണ് തിരു ആവിനാംകുടി എന്ന ഇന്നത്തെ പഴനി. പരമഭക്തന്മാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പഴം നീയാണ് എന്ന ഉമാമഹേശ്വരന്മാർ പറഞ്ഞതിനാലാണ് ഈ സ്ഥലം പഴം നീ എന്ന അർത്ഥത്തിൽ പഴനി എന്ന പേരായി മാറിയത്. ആറുപടை വീടുകളിൽ നാലാമത്തേതായി അറിയപ്പെടുന്ന സ്വാമിമല ഷഡ്ചക്രങ്ങളിൽ അനാഹത ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു. ശ്രീ പരമേശ്വരന് മുരുകൻ പ്രണവമന്ത്രാർത്ഥം ഓതിക്കൊടുക്കുന്ന സങ്കല്പമാണ് ഈ സ്വാമിമലയിലുള്ളത്. സ്വാമിയായ മഹാദേവന് സുബ്രഹ്മണ്യൻ ഗുരുവായി വിളങ്ങി ഉപദേശം നൽകിയതുകൊണ്ട് സ്വാമിമല എന്ന പേരിലും ഗുരുമല എന്ന നാമധേയത്തിലും ഈ സ്ഥലം അറിയപ്പെടുന്നു. അരുണാഗിരിനാഥ സ്വാമികൾക്ക് ശ്രീ മുരുകൻ ദർശനം കൊടുത്ത ഇടം സ്വാമിമലയിൽ വെച്ചാണ്. ആറുപടை വീടുകളിൽ അഞ്ചാമത്തേതായി അറിയപ്പെടുന്ന തിരുത്തണിമല ഷഡ്ചക്രങ്ങളിൽ വിശുദ്ധി ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു. ഭഗവാൻ വള്ളിദേവിയെ വിവാഹം കഴിച്ച സ്ഥലമാണിത് എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ശൂരപത്മാതി രാക്ഷസന്മാരോട് യുദ്ധം ചെയ്ത് സുബ്രഹ്മണ്യൻ തന്റെ കോപം ശമിപ്പിച്ച് ശാന്തനായി കുടികൊണ്ട സ്ഥലമാണ് തിരുത്തണിമല. ഇവിടത്തെ ആഘോഷങ്ങളിൽ, അതായത് ഉത്സവാഘോഷങ്ങളിൽ ശൂരസംഹാരം ഉൾപ്പെടുത്താറില്ല എന്നുള്ളതാണ് ഇവിടത്തെ പ്രത്യേകത. യന്ത്രപൂജയോടെ വൈദിക മുറയിലാണ് പൂജകൾ അർപ്പിച്ചു വരുന്നത്. വൈദികന്മാരുടെ മുറ എന്താണോ അതനുസരിച്ചുള്ള പൂജകളാണ് ഇവിടെയും നടക്കുന്നത്. തിരുത്തണി മുരുകന്റെ അനുഗ്രഹത്തോടെയാണ് ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ അത്ഭുതകരമായ കീർത്തനങ്ങൾ രചിക്കുവാനും ആലപിക്കുവാനും സാധിച്ചത് എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആറാമത്തെ പടവീടായി അറിയപ്പെടുന്നത് പഴമുതിർച്ചോലയാണ്. ഷഡ്ചക്രങ്ങളിൽ ആജ്ഞാചക്രത്തെ പ്രതിനിധീകരിക്കുന്നു ഇവിടം. ഇവിടെ മുരുകന്റെ അനുഗ്രഹസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. പ്രസിദ്ധ ഭക്തകവയിത്രി ഔവയാർക്ക് മുരുകൻ ദിവ്യരൂപ ദർശനം നൽകിയതും ഔവയാർ മുഖാന്തരം മഹത്തത്വങ്ങൾ ലോകത്തിന് ബോധ്യപ്പെടുത്തുകയും ചെയ്തതും ഇവിടമാണ്. മറ്റ് 5 ക്ഷേത്രങ്ങൾ ദർശിച്ച ശേഷം മാത്രം ഇവിടം ദർശിക്കുമ്പോൾ ആണ് ആറുപടை വീടുകളുടെ ദർശന സാഫല്യം പൂർണ്ണമാവുന്നത്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ പഴനിയിലെ വിഗ്രഹത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ ഇന്ന് നാം കാണുന്ന ഭഗവാന്റെ നവപാഷാണ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ബോഗരാണ്. ദക്ഷിണദേശത്തെ 18 സിദ്ധന്മാരിൽ ഒരാളായ ബോഗർ ജ്യോതിഷത്തിലും സിദ്ധവൈദ്യത്തിലും ആചാര്യനായിരുന്നു. ഒരു ചികിത്സാ സമ്പ്രദായമായ സിദ്ധവൈദ്യത്തിൽ യോഗവിദ്യയും നിഗൂഢ മന്ത്രസിദ്ധികളും അടങ്ങിയിരിക്കുന്നു. നവപാഷാണങ്ങൾ എന്ന് പറയുമ്പോൾ അത് 9 കൊടും വിഷമുള്ള ഔഷധ വസ്തുക്കളാണ്. ആകെയുള്ള 64 പാഷാണങ്ങളിൽ 9 എണ്ണം തിരഞ്ഞെടുത്തത് അവയാൽ നിർമ്മിക്കാവുന്നതാണ് നവപാഷാണ വിഗ്രഹം. നവപാഷാണത്തിനു വേണ്ടി മൂലിക ഔഷധങ്ങൾ തിരഞ്ഞെടുത്തത് 473 തരം മൂലികാച്ചാറ് ചേർത്ത് വേണം നവപാഷാണ വിഗ്രഹം നിർമ്മിക്കാൻ. ഇതിനെ ഇതിന്റെ അളവോടുകൂടിയും ചിട്ടയോടുകൂടിയും ഉപയോഗിച്ചാൽ അത് മികച്ച ഔഷധമായി മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് പുരാതന കാലത്ത് സിദ്ധന്മാർ നവപാഷാണം കൊണ്ട് ദൈവവിഗ്രഹം ഉണ്ടാക്കി അതിൽ അഭിഷേകവും ആരാധനയും ചെയ്തിരുന്നത്. അഭിഷേകം ചെയ്യുന്ന വേളയിൽ നവപാഷാണ സ്പർശമേൽക്കുമ്പോൾ അഭിഷേകം ചെയ്തത് പ്രസാദത്തിന് തുല്യമാവുന്നു. ഈ 9 പാഷാണങ്ങൾക്കുമുള്ള ഔഷധ ഗുണങ്ങൾ ഓരോന്നാണ്. ലിംഗപാഷാണം ഹൃദയത്തിന് ബലവും ശക്തിയും നൽകുന്നു. കുതിരപാഷാണം തളർന്ന ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നു. കാർമുകിൽ പാഷാണം തലച്ചോറിലെ നീര്
എടുക്കുന്നു. രസസിന്ദൂരം ചർമ്മത്തിലെ ചർമ്മസംബന്ധമായ വ്യാധികളെ അകറ്റുന്നു. വെള്ളപ്പാഷാണം ധാതുക്കളുടെ കുറവിനെ പരിഹരിക്കുന്നു. രക്തപാഷാണം നേത്രത്തിന്റെ ന്യൂനതകളെ പരിഹരിക്കുന്നു. കമ്പിനവരസം ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ദുഷിച്ച നീരിനെ പുറത്തേക്ക് കളയുന്നു. ഗൗരീപാഷാണം പൊതുവായ ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ്. സീതാപാഷാണം എല്ലാ പാഷാണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നു. ഇത്രയുമാണ് നവപാഷാണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും പഴക്കം ചെന്ന ലോകത്തെ ഏക നവപാഷാണ ശില പഴനിമുരുകന്റേതു മാത്രമല്ല ഈ ശിലയിൽ നിന്നും താപരശ്മികൾ പുറത്തേക്ക് ഗമിക്കുന്നതിനാൽ ക്ഷേത്രനട അടയ്ക്കുന്നതിനു മുമ്പായി നിത്യവും ഈ ശില ചന്ദനം കൊണ്ട് മൂടിവെക്കുന്നു. ശ്രീമുരുകനും 6 എന്ന സംഖ്യയുമായും ചില ബന്ധങ്ങളുണ്ട്. 6 മുഖങ്ങൾ, 6 പടവീടുകൾ, ശരവണഭവ എന്ന ഷടാക്ഷര മന്ത്രം, ഷഡ്കോൺ ചക്രം, ഷഷ്ടി അതായത് 6ാമത്തെ തിഥി, വേദങ്ങളിൽ 6ാമത്തേതായ ജ്യോതിഷത്തിന്റെ ഉപജ്ഞാതാവ്, ശൂരപത്മാസുരനുമായുള്ള 6 ദിവസത്തെ യുദ്ധം, ക്ഷേത്ര പ്രദക്ഷിണ സംഖ്യ 6 തുടങ്ങിയവയാണ് മുരുകന്റെ 6 എന്ന സംഖ്യയുമായുമുള്ള ബന്ധങ്ങൾ. കേരളത്തിലും പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളുണ്ട്. ഹരിപ്പാട്, പയ്യന്നൂർ, പെരുന്ന, പെരളശ്ശേരി, ഉദയനാപുരം, കിടങ്ങൂർ, ഇടപ്പഴനി, പെരിശ്ശേരി, ചെറിയനാട്, ഉള്ളൂർ, എടക്കാട്, കല്ലാർ, ഉമയനല്ലൂർ, കുന്നുംപാർ തുടങ്ങിയവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങൾ. ഹരിപ്പാട്ട് 6 അടി ഉയരമുള്ള 4 കൈകളുള്ള ശിലാവിഗ്രഹമാണ് പ്രതിഷ്ഠ. ഇത്രയും വലിപ്പവും ചൈതന്യവുമുള്ള സുബ്രഹ്മണ്യ വിഗ്രഹം അപൂർവമാണ്. തുലാപായസമാണ് ഇവിടത്തെ പ്രധാന വഴിപാട്. പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉരിയരി പായസവും, പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തണ്ണീരമൃതമാണ് പ്രധാന വഴിപാട്. പാലക്കാട് ജില്ലയിലെ കൊടുമ്പിൽ വള്ളി സമേതനായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. ചൊവ്വാദോഷ പരിഹാരത്തിനും മാംഗല്യസിദ്ധിക്കും ഇവിടെ വഴിപാട് നടത്തിവരുന്നു. ശ്രീലങ്ക, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, മൗറീഷ്യസ് തുടങ്ങിയ പല സ്ഥലങ്ങളിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കാണാം. തമിഴ്നാട്ടിൽ ഏതാണ്ട് എല്ലാ ഗ്രാമത്തിലും മുരുകക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കുമാരകോവിൽ സുബ്രഹ്മണ്യ സ്വാമി, പഴമുതിർചോലൈ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നിവ പ്രസിദ്ധമാണ്. ഇത്രയുമാണ് സുബ്രഹ്മണ്യ സ്വാമിയെ കുറിച്ചും തൈപ്പൂയത്തെക്കുറിച്ചും സുബ്രഹ്മണ്യ സ്വാമിയും ചക്രങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും എല്ലാം പറയുവാനായുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു. നന്ദി.